ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് സിനിമാ ചരിത്രവുമായിട്ടാണ് കേട്ടോ. നമുക്കത് പരിചയപ്പെടാം. ചലച്ചിത്രം എന്നാൽ മാനവ ചരിത്രത്തിലെ ഏറ്റവും വിസ്മയകരമായ കണ്ടുപിടുത്തങ്ങളിലൊന്നാണ് സിനിമ. സിനിമയുടെ പിന്നിൽ ചരിത്രം രസകരമാണ്. ആദ്യകാലങ്ങളിൽ സിനിമയുമായി എത്തിയവരെ ജനം ഭ്രാന്തന്മാരെന്നും മന്ത്രവാദികളെന്നും പറഞ്ഞു ഓടിച്ചു. വെള്ളത്തുണിയിൽ ചലിക്കുന്ന രൂപങ്ങൾ ഭൂതങ്ങളാണെന്ന് അന്ന് പലരും കരുതി. പിന്നെ സിനിമ ഏറെ വളർന്നു, ജനകീയമായി. ഇന്നും നമ്മെ വിസ്മയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയുടെ ചരിത്രം പരിചയപ്പെടാം. ഫോട്ടോഗ്രാഫിയെ കണ്ടുപിടുത്തത്തെ തുടർന്ന് ചലിക്കുന്ന ചിത്രങ്ങൾ നിർമ്മിക്കുക എന്നതായിരുന്നു മനുഷ്യൻ്റെ ലക്ഷ്യം. നിശ്ചല ചിത്രം പകർത്താൻ കഴിയുമെങ്കിൽ ചലിക്കുന്ന ചിത്രങ്ങളും പകർത്താൻ കഴിയുമെന്ന ചിന്ത ഉടലെടുത്തു. 17-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിലാണ് ചലിക്കുന്ന ചിത്രം, ഒരു വസ്തുവിൻ്റെ പ്രതിരൂപം കണ്ണിൽ പതിയാൻ ഒരു നിമിഷത്തിൻ്റെ 24-ൽ ഒരംശം വേണമെന്ന ശാസ്ത്രചിന്തയിലൂടെ പരിണിത ഫലമാണ് നമ്മുടെ ഈ സിനിമ. ചലിക്കുന്ന ചിത്രങ്ങൾ. ഹെൻറി റെന്നോഹെയിൽ എന്ന അമേരിക്കക്കാരനാണ് ചിത്രങ്ങൾ ചലിക്കുന്ന രൂപത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. ഒരു മനുഷ്യൻ്റെ വിവിധ തരത്തിലുള്ള ചിത്രങ്ങൾ ഒന്നൊന്നായി ഒരു ഡിസ്കിൽ ഫിറ്റ് ചെയ്ത് വെള്ള തുണിയിൽ അവതരിപ്പിച്ചു നോക്കി. തുടർച്ചയായി ഈ ചിത്രങ്ങൾ വന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു മനുഷ്യൻ നൃത്തം ചെയ്യുന്ന പ്രതീതി ഉണ്ടായി. 1870-ലായിരുന്നു ഇത്. എന്നാൽ ചിത്രം പൊതുവേദിയിൽ പ്രദർശിപ്പിച്ച റെന്നോഹെയിലിന് പ്രേക്ഷകരിൽ നിന്ന് മോശം പ്രതികരണമാണ് ലഭിച്ചത്. ഭ്രാന്തായും മന്ത്രവാദമായുമൊക്കെ അവരതിനെ വ്യാഖ്യാനിച്ചു. അങ്ങനെ ആദ്യത്തെ ആ ചലച്ചിത്ര പ്രവർത്തകൻ്റെ പരിശ്രമങ്ങൾ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. എഡ്വാർഡ് മെബ്രിഡ്ജിന് റെന്നോഹെയിൽ അവതരിപ്പിച്ച പരീക്ഷണങ്ങൾ എഡ്വാർഡ് മെബ്രിഡ്ജ് എന്ന ഇംഗ്ലീഷ് വംശജനായ അമേരിക്കക്കാരൻ ഏറ്റെടുത്തു. ചെറുപ്പത്തിൽ തന്നെ ഫോട്ടോഗ്രാഫിയോടുള്ള താല്പര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ സമയത്താണ് കുതിരപ്പന്തയത്തിൽ തൽപരനായ ലിലാൻഡ് സ്റ്റാഫ്വേർഡ് എന്ന പ്രഭുവിൻ്റെ ആഗ്രഹം സഫലീകരിക്കാൻ മെബ്രിഡ്ജിന് അവസരം കിട്ടുന്നത്. കുതിര ഓടുന്ന സമയത്ത് 4 കാലും ഭൂമിയിൽ തൊടാതെ നിൽക്കുന്ന സമയമുണ്ട്. അത് ഫോട്ടോയിൽ പകർത്താനാണ് പ്രഭു ആവശ്യപ്പെട്ടത്. നിരവധി പരിശ്രമങ്ങൾക്ക് ശേഷം 24 ക്യാമറകൾ കൊണ്ട് 24 ചിത്രങ്ങൾ മെബ്രിഡ്ജ് പകർത്തി. കുതിരയുടെ കാലുകൾ ഒരു പ്രത്യേക നിമിഷത്തിൽ ഭൂമിയിൽ തൊടാതെ നിൽക്കുന്നു എന്ന് മനസ്സിലായി. എന്നാൽ ഈ ചിത്രങ്ങളെല്ലാം ഒരു തിരശീലയിൽ പതിപ്പിച്ചപ്പോൾ കുതിര ഓടിപ്പോകുന്ന പ്രതീതി കണ്ടു. വില്യം ഫ്രീസ്ഗ്രീൻ 1855-ൽ ജനിച്ച ഇംഗ്ലണ്ടുകാരനായ ആളായിരുന്നു. അദ്ദേഹമാണ് സെല്ലുലോയിഡ് എന്ന വസ്തു കണ്ടുപിടിച്ചത്. തുടക്കത്തിൽ ഗ്ലാസ് പേപ്പറുകളായിരുന്നു ഇദ്ദേഹം ചിത്രത്തിൽ പതിപ്പിച്ചെടുത്തത്. പരീക്ഷണങ്ങൾ കൊണ്ട് കടം കയറിയ ഇദ്ദേഹത്തിന് ജയിൽ വരെ പോകേണ്ടി വന്നു. സ്വന്തം ക്യാമറ പോലും വിറ്റ് കഷ്ടത അനുഭവിച്ച ഫ്രീസ്ഗ്രീനാണ് യഥാർത്ഥത്തിൽ സിനിമയുടെ ആദ്യകാല ശില്പി. ഇദ്ദേഹം വികസിപ്പിച്ചെടുത്ത സെല്ലുലോയിഡിൻ്റെ വികസിത രൂപമാണ് ഫിലിം. ഇദ്ദേഹം ആദ്യകാലത്ത് നിർമ്മിച്ചതും പിന്നീട് വിൽക്കേണ്ടി വന്നതുമായ ക്യാമറ ഇന്നും ലണ്ടനിലെ നാഷണൽ മ്യൂസിയത്തിൽ സൂക്ഷിക്കുന്നുണ്ട്. 1889-ലാണ് ആദ്യമായി തൻ്റെ ചിത്രങ്ങൾ ഇദ്ദേഹം ഒരു പ്രേക്ഷകൻ്റെ മുന്നിൽ അവതരിപ്പിച്ചത്. പ്രതികരണം ആശാവഹമായിരുന്നു. തോമസ് ആൽവ എഡിസൺ. ഫ്രീസ്ക്രീനിൻ്റെ പരീക്ഷണങ്ങളുടെ തുടർച്ച നടത്തിയ വ്യക്തി തോമസ് ആൽവ എഡിസനാണ്. ഇന്ന് കാണുന്ന സിനിമകളുടെ സാങ്കേതിക കാര്യങ്ങൾ വികസിപ്പിച്ചെടുത്തതിൽ എഡിസന് ഏറെ പങ്കുണ്ട്. 1891-ഓടെ കിനറ്റോസ്കോപ്പ് എന്ന ക്യാമറയും അദ്ദേഹം നിർമ്മിച്ചു. ആ ഇടയ്ക്കാണ് എഡിസൺ ശബ്ദലേഖന യന്ത്രം കണ്ടുപിടിച്ചത്. ശബ്ദവും ചിത്രവും ഒരു സമയത്ത് ഒരാൾക്ക് മാത്രം കേൾക്കുകയും കാണുകയും ചെയ്യാവുന്ന യന്ത്രം എഡിസൺ കണ്ടുപിടിച്ചു. എഡിസന്റെ പരീക്ഷണ സഹായിയായ ഒരാളിൻ്റെ തുമ്മലാണ് ആദ്യമായി രേഖപ്പെടുത്തിയത്. ലൂമിയർ സഹോദരന്മാർ പൊതുജനങ്ങൾക്കായി ആദ്യമായി സിനിമ പ്രദർശിപ്പിച്ച ചരിത്രത്തിൽ ഇടം നേടിയവരാണ് ലൂമിയർ സഹോദരന്മാർ. ക്യാമറയിലും പ്രോജക്റ്റിലും നിരവധി പരീക്ഷണങ്ങൾ നടത്തിയ അവർ നിരവധി പേർക്ക് ഒരേ സമയം കാണാവുന്ന ഒരു ചലച്ചിത്ര പ്രദർശന രീതി ആവിഷ്കരിച്ചു. സിനിമാറ്റോഗ്രാഫ് എന്നാണ് അവർ അതിനെ വിളിച്ചത്. 1895 ഫെബ്രുവരി 13 ലൂമിയർ സഹോദരന്മാർ തങ്ങളുടെ സിനിമാറ്റോഗ്രാഫിന് പേറ്റന്റ് നേടിയെടുത്തു. ഫാക്ടറിയിൽ നിന്ന് ജോലിക്കാർ പുറത്തേക്ക് വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇതുപയോഗിച്ച് ആദ്യം ചിത്രീകരിച്ചത്. 1895 മാർച്ച് 19-നായിരുന്നു ഇത്. 1895 ഡിസംബർ 28-നാണ് പാരീസിൽ ലൂമിയർ സഹോദരന്മാർ തങ്ങളുടെ ചിത്രത്തിൻ്റെ ആദ്യ പൊതുദർശനം നടത്തിയത്. 10 ഹ്രസ്വ ചിത്രങ്ങളാണ് അന്ന് പ്രദർശിപ്പിച്ചത്. ഒരു സ്റ്റേഷനിൽ ട്രെയിൻ എത്തുന്നതിൻ്റെ ദൃശ്യം അവർ പ്രദർശിപ്പിച്ചു. ഇത് കണ്ട് ട്രെയിൻ തങ്ങളുടെ നേരെ പാഞ്ഞു വരുകയാണെന്ന് ഭയന്ന ആളുകൾ ചിതറിയോടി. ആദ്യത്തെ സ്ഥിരം തിയേറ്റർ വരുന്നത് അമേരിക്കയിലെ ന്യൂകാസിൽ എന്ന പട്ടണത്തിലാണ്. ദ കാസ്കേഡ് എന്ന ഈ തിയേറ്റർ നിർമ്മിച്ചത് വാർണർ ബ്രദേഴ്സാണ്.
സിനിമ ഇന്ത്യയിലേക്ക്. ചലിക്കുന്ന ചിത്രം പ്രദർശിപ്പിച്ചതിൻ്റെ പേരിൽ സ്വന്തം നാടായ ഫ്രാൻസിൽ നിന്ന് ഒളിച്ചോടി വന്ന ലൂമിയർ സഹോദരന്മാർ 1896 ജൂലൈയിൽ ബോംബെയിലെത്തി. ലണ്ടനിൽ അവരുടെ ചിത്രം കണ്ട ചില ബ്രിട്ടീഷുകാരാണ് ഇവരെ ഇന്ത്യയിലേക്ക് എത്തിച്ചത്. അങ്ങനെയാണ് ചലച്ചിത്രത്തിൻ്റെ ആദ്യ രൂപം ഇന്ത്യയിൽ വന്നത്. 1896 ജൂലൈ 7 ബോംബെയിലെ വാട്സൺ ഹോട്ടലിൽ ഊൺമുറിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സിനിമാ പ്രദർശനം നടത്തിയത്. 1897 കൽക്കത്തയിലായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ചിത്രം ചിത്രീകരിച്ചത്. ജെയിംസ് ട്വീൻ എന്ന ഇംഗ്ലീഷുകാരനായിരുന്നു അതിൻ്റെ നിർമ്മാതാവും സംവിധായകനും. സിനിമ കേരളത്തിൽ. മലയാളത്തിൽ ആദ്യത്തെ നിശബ്ദ ചിത്രമായ വിഗതകുമാരൻ പുറത്തു വന്നത് 1928 ഈ ചിത്രത്തിൻ്റെ ക്യാമറാമാനും സംവിധായകനും നിർമ്മാതാവും ജെ.സി. ഡാനിയൽ ആയിരുന്നു. ഈ ചിത്രം സാമ്പത്തികമായി പരാജയമായിരുന്നു. 1928 നവംബർ 7 തിരുവനന്തപുരത്തെ ദ ക്യാപിറ്റൽ തിയേറ്ററിലാണ് വിഗതകുമാരൻ ആദ്യം പ്രദർശിപ്പിച്ചത്. മലയാളത്തിലെ രണ്ടാമത്തെ നിശബ്ദ ചിത്രം 1933 ഇറങ്ങിയ മാർത്താണ്ഡവർമ്മയാണ്. ആദ്യത്തെ സിനിമ വിഗതകുമാരൻ. ജെ.സി. ഡാനിയൽ നമ്മുടെ ചലച്ചിത്ര ലോകത്തിൻ്റെ പിതാവ്. 1883 ഏപ്രിൽ 19 തിരുവിതാംകൂർ രാജ്യത്തെ നാഗർകോവിലിൽ അഗസ്തീശ്വരം എന്ന ഗ്രാമത്തിൽ ജെ.സി. ഡാനിയൽ ജനിച്ചു. കളരിപ്പയറ്റിൽ അഗ്രഗണ്യനായിരുന്ന ജെ.സി. ഡാനിയൽ അത് പുറം ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ കണ്ട ഉചിതമായ മാർഗമാണ് ഈ സിനിമ. 1907 K.W. ജോസഫ് ആദ്യമായി കേരളത്തിലെ സിനിമ ഹാൾ തുറന്നു. അതിൽ കൈകൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന പ്രൊജക്ടർ ആയിരുന്നു. 1913 ജോസ് കൂട്ടുകാരൻ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന പ്രൊജക്ടർ കൊണ്ടുള്ള തിയേറ്റർ നിർമ്മിച്ചു. 2 തിയേറ്ററും തൃശ്ശൂരിലായിരുന്നു. 1907 തിയേറ്റർ തുറന്നുവെങ്കിലും അവിടെ കളിച്ചുകൊണ്ടിരുന്നത് തമിഴും ഹിന്ദിയും ഇംഗ്ലീഷും സിനിമകൾ ആയിരുന്നു. 21 വർഷം കാത്തിരിക്കേണ്ടി വന്നു ഒരു മലയാള സിനിമ ആ തിയേറ്ററിൽ കളിക്കാൻ. ജെ.സി. ഡാനിയൽ തൻ്റെ ആദ്യ ചിത്രത്തിൻ്റെ തയ്യാറെടുപ്പിന് വേണ്ടി ആദ്യം പോയത് മദ്രാസിലാണ്. അവിടെ എല്ലാ സിനിമാ സ്റ്റുഡിയോകളിൽ നിന്നും അദ്ദേഹം ഒഴിവാക്കപ്പെട്ടു. തൻ്റെ സ്വപ്നം സഫലമാക്കുന്നതിന് അദ്ദേഹം വീണ്ടും മുംബൈയിലെത്തിപ്പെട്ടു. ഇന്ത്യൻ സിനിമയുടെ കേന്ദ്രമായ മുംബൈ ജെ.സി. ഡാനിയലിന് സ്വാഗതം അരുളി. ജെ.സി. ഡാനിയൽ തൻ്റെ ആദ്യ സിനിമയ്ക്ക് വേണ്ടി ക്യാമറ മുതൽ എല്ലാം വാങ്ങിച്ചു. അദ്ദേഹം കേരളത്തിൻ്റെ ആദ്യത്തെ സിനിമാ സ്റ്റുഡിയോ ദി ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സ് എന്ന പേരിൽ തുടങ്ങി. അദ്ദേഹം ആദ്യത്തെ സിനിമയുടെ നിർമ്മാണത്തിന് വേണ്ടി തൻ്റെ പേരിലുള്ള സ്ഥലം 4 ലക്ഷം രൂപയ്ക്ക് വിറ്റു. അങ്ങനെ മലയാളത്തിൻ്റെ ആദ്യത്തെ സിനിമ വിഗതകുമാരനിലെ നിർമ്മാണം പൂർത്തിയായി. ആ സിനിമയുടെ നിർമ്മാതാവും നായകനും സംവിധായകനും കഥാകാരനും ജെ.സി. ഡാനിയൽ ആയിരുന്നു. തീണ്ടൽ, തൊടിയിൽ തുടങ്ങിയ അനാചാരങ്ങൾ നിലനിന്നിരുന്ന കാലത്ത് ഒരു അപർണ സ്ത്രീയെ നായികയാക്കിയതിൽ പ്രതിഷേധിച്ച് യാഥാസ്ഥികരായ സവർണ പ്രേക്ഷകർ രോഷാകുലരാവുകയും കാണികൾ സ്ക്രീനിന് നേരെ കല്ലെറിയുകയും സ്ക്രീൻ കീറുകയും ചെയ്യുകയുണ്ടായി. അങ്ങനെ വിഗതകുമാരൻ്റെ ആദ്യ പ്രദർശനം തന്നെ അലങ്കോലമായി. ആദ്യ മലയാള ചിത്രത്തിൻ്റെ അമരക്കാരൻ എന്ന നിലയ്ക്ക് ഡാനിയലിനെയാണ് മലയാള സിനിമയുടെ പിതാവ് എന്ന് വിളിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ പേരിൽ സംസ്ഥാന സർക്കാർ അവാർഡും ഏർപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമത്തെയും അവസാനത്തേതുമാണ് നിശബ്ദ ചിത്രം മാർത്താണ്ഡവർമ്മ. മലയാളത്തിലെ രണ്ടാമത്തെയും അവസാനത്തേതുമായ നിശബ്ദ ചിത്രം 1931 പ്രദർശനത്തിനെത്തിയ മാർത്താണ്ഡവർമ്മയാണ്. C.V. രാമൻ പിള്ളയുടെ മാർത്താണ്ഡവർമ്മ എന്ന ചിത്ര നോവലിൽ അടിസ്ഥാനമാക്കി മദിരാശിക്കാരനായ P.V. റാവു ആണ് ചിത്രം സംവിധാനം ചെയ്തത്. ജെ.സി. ഡാനിയലിൻ്റെ ബന്ധു കൂടിയാണ് R. സുന്ദരരാജാണ് ചിത്രം നിർമ്മിച്ചത്. ക്യാപിറ്റോൾ തിയേറ്ററിൽ തന്നെയാണ് ഈ ചിത്രവും റിലീസായത്. നോവലിൻ്റെ പകർപ്പവകാശം സംബന്ധിച്ച പരാതിയെ തുടർന്ന് 5 ദിവസത്തെ പ്രദർശനത്തിന് ശേഷം ചിത്രത്തിൻ്റെ പ്രിൻ്റ് പ്രസാധകർക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു. പൂനെയിൽ നാഷണൽ ഫിലിം ആർക്കൈവ്സിൽ ഈ പ്രിൻ്റ് സൂക്ഷിച്ചിരുന്നു. 1960കളിൽ മുതലാണ് ധാരാളമായി സിനിമകൾ നിർമ്മിക്കപ്പെടാൻ തുടങ്ങിയത്. തിക്കുറിച്ചി സുകുമാരൻ നായർ, കൊട്ടാരക്കര ശ്രീധരൻ നായർ തുടങ്ങിയവർ നിറഞ്ഞു നിന്നിരുന്ന സ്ഥാനത്ത് സത്യനും പ്രേം നസീറും താരങ്ങളായി ഉയർന്നു. ഉമ്മർ, മധു, P.J. ആൻ്റണി, അടൂർ ബാസി, ബഹദൂർ, ഷീല, അംബിക തുടങ്ങി ഒട്ടേറെ നടീനടന്മാർ ജനപ്രിയരായി. 1961 ആദ്യത്തെ കളർ ചിത്രമായ കണ്ടംവെച്ചകോട്ട് പുറത്തു വന്നു. രാമു കാര്യാട്ടിൻ്റെ ചെമ്മീൻ 1966 മലയാള സിനിമയിൽ പുതിയ അധ്യായത്തിന് തുടക്കമിട്ടു. വയലാർ രാമവർമ്മയുടെ ഗാനങ്ങളും ദേവരാജൻ്റെ സംഗീതവും യേശുദാസിൻ്റെ പാട്ടും മലയാളികളുടെ ജനകീയ അഭിരുചികൾക്ക് പൊലിമ നൽകി. ചലച്ചിത്രഗാന ശാഖയിലും സംഗീത സംവിധാനത്തിലും ഗാനാലാപനത്തിലും ഒട്ടേറെ പേർ രംഗത്തു വന്നു.
അടൂർ ഗോപാലകൃഷ്ണൻ്റെ സ്വയംവരം മലയാളത്തിലെ നവ സിനിമയ്ക്ക് തുടക്കം കുറിച്ചു. അരവിന്ദൻ്റെ കാഞ്ചന സീത 1978, PA ബക്കറിൻ്റെ കബനി നദി ചുവന്നപ്പോൾ 1976 തുടങ്ങിയവ ഈ നവതരംഗത്തിന് ആക്കം കൂട്ടി. KR മോഹനൻ, പവിത്രൻ, ജോൺ എബ്രഹാം, KP കുമാരൻ തുടങ്ങിയവരാണ് നവസിനിമയിലെ പ്രതിഭാശാലികളിൽ ചിലർ. 80കളോടെ ജനപ്രിയ സിനിമയിൽ പുതിയ താരങ്ങളും സംവിധായകരും ഉയർന്നു വന്നു. മോഹൻലാൽ, മമ്മൂട്ടി, ഗോപി, നെടുമുടി വേണു തുടങ്ങിയ നടന്മാർ ഈ കാലയളവിലാണ് ശ്രദ്ധേയരായത്. ഇന്ത്യയിൽ ഏറ്റവും വികസിതമായ ചലച്ചിത്ര വ്യവസായങ്ങളിലൊന്നാണ് മലയാളത്തിൻ്റേത്. ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒട്ടേറെ ചലച്ചിത്ര പ്രവർത്തകർ കേരളത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. PJ ആന്റണി, ഗോപി, ബാലൻ K നായർ, മമ്മൂട്ടി, മോഹൻലാൽ, മുരളി, സുരേഷ് ഗോപി, ബാലചന്ദ്ര മേനോൻ എന്നിവർ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. മലയാളത്തിലല്ലെങ്കിൽ മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായിരുന്ന ശാരദ, മോനിഷ, ശോഭന, മീര ജാസ്മിൻ എന്നിവർക്ക് മികച്ച നടിക്കുള്ള ദേശീയ അവാർഡും ലഭിച്ചു. ഫാൽക്കെ അവാർഡ് നേടിയ ഏക മലയാളി അടൂർ ഗോപാലകൃഷ്ണനാണ്. കലാമൂല്യമുള്ള ആർട്ട് സിനിമ, കലാമൂല്യം കുറഞ്ഞ കമ്പോള സിനിമ എന്ന വിഭജനം അതിവേഗം മാഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇന്നത്തെ മലയാള സിനിമയുടെ സ്വഭാവം. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നെക്സ്റ്റ് ഒരു എപ്പിസോഡുമായി നമുക്ക് കാണാം ഗൈസ്. താങ്ക് യു.